പത്തനംതിട്ട, കാസർഗോഡ്, തൃശ്ശൂർ നടന്ന LDC ഇംഗ്ലീഷാണ് നമ്മൾ നോക്കുന്നത്. LDCയിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് നോക്കുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം, ഹുറേ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്ക് ഏതെന്നാണ്. ഹുറേ വി വോൺ ദ മാച്ച്. ഇപ്പോൾ ഹുറേയാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ആശ്ചര്യത്തെ സൂചിപ്പിക്കുന്ന വാക്കുകൾക്ക് പറയുന്ന പേര് ഇൻ്റർജങ്ഷൻ എന്നാണ്. ആശ്ചര്യത്തെ സൂചിപ്പിക്കുന്ന വാക്കുകളായിട്ടുള്ള ഓ, അലാസ്, വാവ്, അതേപോലെ ഹുറേ ഇങ്ങനെയുള്ള വാക്കുകൾക്ക് പറയുന്ന പേര് ഇൻ്റർജങ്ഷൻ എന്നാണ്. അതുകൊണ്ട് ഉത്തരം നമുക്ക് സി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന്, ഓഫ്, അറ്റ്, വിത്ത്, സിൻസ്, ഫോർ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ് പ്രിപ്പോസിഷൻസ്. കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ കണക്റ്റിംഗ് വേർഡുകളാണ്. ഏതൊക്കെ? ആൻഡ്, ബട്ട്, ഓർ, അതുപോലെ ഇത് ചെയ്യുന്നൂടെ സോ, ഇതൊക്കെ നമുക്ക് ബിക്കോസ്, ഇതിനെയൊക്കെ നമ്മൾ കൺജങ്ഷൻസ് എന്നാണ് പറയുന്നത്. പ്രോനൗൺ എന്ന് പറഞ്ഞാൽ നൗണിന് പകരം ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ. അപ്പം രണ്ടാമത്തെ ചോദ്യമാണ് സിംഗുലാർ ഫോം ഓഫ് ജീൻസ്. ജീൻസിൻ്റെ സിംഗുലാർ ഫോം ഏതെന്നാണ് ചോദ്യം. ജീനാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. മൂന്നാമത്തെ ചോദ്യം, യുവർ മാർക്സ് ആർ ഗുഡ് ബട്ട് യു ക്യാൻ ഡു ഡാഷ്. അപ്പോൾ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്കിൻ്റെ കമ്പാരിറ്റീവ് ഫോം വെച്ചിട്ട് ഫില്ല് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഗുഡിൻ്റെ കമ്പാരിറ്റീവ് ഫോമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഗുഡിൻ്റെ കമ്പാരിറ്റീവ് ഫോം ബെറ്റർ ആണ്. അതിൻ്റെ സൂപ്പർലേറ്റീവ് ഫോം ബെസ്റ്റ്. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. അതുകൊണ്ട് ഉത്തരം ഏത് വരുന്നു? സി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യമാണ്, ദ ടെസ്റ്റ് വാസ് ഡാഷ് യൂസ് അപ്രോപ്രിയേറ്റ് ഫ്രൈസൽ വെർബ്. ഫ്രൈസൽ വെർബാണ്. അപ്പോൾ നമുക്കറിയാം, പുട്ടുമായിട്ട് ബന്ധപ്പെട്ട ഫ്രൈസൽ വെർബ്സ് ആണ് തന്നിരിക്കുന്നത്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ, മാറ്റി വയ്ക്കുക അല്ലെങ്കിൽ നീട്ടി വയ്ക്കുക. പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ്, സഹിക്കുക. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ടു വെയർ. അതേപോലെ പുട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ ടു സപ്രസ്. നമുക്ക് ഉത്തരം ഏത് വരും? പുട്ട് ഓഫാണ് ഉത്തരമായിട്ട് വരുന്നത്. ദ ഫയൽസ് ഫെൽ ഡാഷ് ദ സെൽഫ്. നമുക്കറിയാം, താഴെ വീണു എന്ന അർത്ഥത്തിൽ ഏത് പ്രിപ്പോസിഷൻ ഉപയോഗിക്കാം. ഇപ്പോൾ ഫെൽ ഓഫ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ടു ഫാൾ എന്നാണ് അർത്ഥം. ടു ഫെൽ ഓഫ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നു. ബ്ലൂ മൂൺ എന്ന ഇഡിയത്തിൻ്റെ മീനിങ് എന്താണ്? ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ റെയർ ഇവൻ്റ് എന്നാണ്. അപ്പം ബ്ലൂ മൂൺ മീൻസ് റെയർലി ഉത്തരമായിട്ട് വരുന്നു. അതുപോലെ ബ്ലൂ ബ്ലഡ് എന്ന് പറഞ്ഞാൽ റോയൽ ഫാമിലി മെമ്പേഴ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. മറ്റൊരു ഇഡിയമാണ് ബ്ലൂ ബ്ലഡ്, റോയൽ ഫാമിലി മെമ്പേഴ്സ്. അതുപോലെ ഫീൽ ബ്ലൂ എന്ന് പറഞ്ഞാൽ ഫീൽ സാഡ് എന്നാണ്. അതേപോലെ റെഗുലാർ എന്ന വാക്കിൻ്റെ അൻറ്റോണിം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അൻറ്റോണിം, അപ്പോൾ റെഗുലറിൻ്റെ അൻറ്റോണിമാണ് ഇറഗുലർ. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. വി ഡു അവർ വർക്ക്. ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം, പോസിറ്റീവ് സെൻറ്റൻസുകളാണെങ്കിൽ നെഗറ്റീവ് ടാഗ് ചെയ്യണം. അപ്പോൾ ഡു എന്ന് പറയുന്ന ഓക്സിലറി ആണ്. അതുപോലെ വി എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് ഉത്തരം നമുക്ക് ഡോണ്ട് വി ഉത്തരമായിട്ട് വരുന്നു. ഡോണ്ട് വി ആണ് ഉത്തരമായിട്ട് വരുന്നത്. എക്സ്പാൻഷൻ ഓഫ് എക്സെട്ര. എക്സെട്രയുടെ എക്സ്പാൻഷൻ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. എറ്റ് സെട്ര ആണ് ഉത്തരമായിട്ട് വരുന്നത്. എക്സെട്ര ഏത് ഉത്തരം വരുന്നു? സെട്ര എ ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. എറ്റ്സെട്രയാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത്, ദർ ഈസ് എ ലോങ് ഡാഷ് ഇൻ ഫ്രണ്ട് ഓഫ് ദ തിയേറ്റർ എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് വന്നിരിക്കുന്നത് നമുക്ക് ഏതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ക്യൂ എന്നതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. QUE ആണ് ഉത്തരമായിട്ട് വരുന്നത്. എ ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്.